കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യും. വൈസ് ചാൻസലറാണ് സസ്പെൻഡ് ചെയ്യുക. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഗവർണർ റദ്ദാക്കും. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. റദ്ദാക്കുക രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം. രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലെത്തി. അതേസമയം സർവകലാശാല പ്രശ്നങ്ങൾ ഖേദകരമെന്നും സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമില്ല എന്നും മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. സർവകലാശാലയുടെ പരമോന്നത സമിതി, അതിൻ്റെ എക്സിക്യൂട്ടീവാണ് സിൻഡിക്കേറ്റ്. വൈസ് ചാൻസലർ രജിസ്ട്രാറെ നിയമിക്കുന്ന ആളല്ല. രജിസ്ട്രാറുടെ നിയമനാധികാരി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാറുടെ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണ്. ഇവിടെ വൈസ് ചാൻസലർമാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ ഇറക്കുന്നത്. അത് ശരിയായൊരു നടപടിയല്ല. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, എപ്പോഴായിരിക്കും ഗവർണറുടെ ഉത്തരവ് പുറത്തിറങ്ങുക? അസാധാരണമായ ഒരു നിയമ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ്, സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ എന്ത് തീരുമാനമായിരിക്കും ഇനി കൈക്കൊള്ളുക? ലക്ഷ്മി, കേരള സർവകലാശാലയെ സംബന്ധിച്ച് അസാധാരണമായ ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുള്ള നടപടി ഉണ്ടാകും. ആ നടപടി ഇതാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം, ആ സിൻഡിക്കേറ്റ് യോഗം എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ റദ്ദാക്കാനാണ് ഗവർണറുടെ നീക്കം. ആ റദ്ദാക്കുക വഴി സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. അതായത് രജിസ്ട്രാർ വീണ്ടും സസ്പെൻഷന് വിധേയമാകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യ കാര്യം. രണ്ടാമത്തെ കാര്യം, ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരായിട്ടുള്ള നടപടിയാണ്. ആ നടപടി സ്വീകരിക്കുക വൈസ് ചാൻസലർ ചുമതലയുള്ള സിസ തോമസ് ആയിരിക്കും. ഈ രണ്ട് നടപടികളാണ് ഇന്ന് ഉണ്ടാകുമെന്ന് അറിയുന്നത്. രാജ്ഭവന്റെ നടപടി ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. സിസ തോമസിന്റെ അല്ലെങ്കിൽ ഈ ജോയിന്റ് രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തുള്ള നടപടി അത് ഇന്നോ നാളെയോ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങേയറ്റം ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് സർവകലാശാല നീങ്ങുന്നു. ഗവർണർ ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ഈ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച് വരുന്നുണ്ട്. അതായത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന VCമാർ രാജിവെക്കുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. സർവകലാശാല ഗേറ്റിന് പുറത്തും അതുകൂടാതെ തന്നെ ഓഫീസിന് മുന്നിലും ശക്തമായ പോലീസ് സന്നാഹം ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തും. ഈ മാർച്ചിൽ സംഘർഷ സാധ്യത ഉണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് രാവിലെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയും സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴുണ്ട്. ഏതായിരുന്നാലും വലിയ നിയമ അതുപോലെ സമര പോരാട്ടങ്ങൾക്ക് കേരള സർവകലാശാലയും മറ്റ് സർവകലാശാല ആസ്ഥാനങ്ങളും വേദിയൊരുങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഇന്ന് വേഗത്തിൽ തന്നെ, ഇന്ന് രാവിലെ ഓഫീസ് തുടങ്ങി വേഗത്തിൽ തന്നെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ റദ്ദ് ചെയ്തുള്ള ഉത്തരവ് ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം രാജ്ഭവനിൽ നിന്ന് ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. ലക്ഷ്മി.